നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ ഖുറൈശികൾ എല്ലാ അടവുകളും പയറ്റി. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമ വ്യക്തിത്വവും ഇസ്ലാമിൻ്റെ മഹത്തായ ആശയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിപ്പെട്ട അമാനുഷിക കാര്യങ്ങളും പ്രബോധനത്തെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഖുറൈശികൾ അബൂ ത്വാലിബിനെ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: വല്ലാഹി ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ അത്റുക ഹാദൽ അംർ ഹത്താ യുദ്ഹിറഹുല്ലാഹു ഔ ഉഹ്ലക ഫീഹി മാ തറക്തുഹു. എൻ്റെ വലതുകൈയിൽ സൂര്യനെയും ഇടതുകൈയിൽ ചന്ദ്രനെയും അവർ വെച്ചു തന്നാലും ഞാൻ എൻ്റെ ദൗത്യം ഉപേക്ഷിക്കില്ല. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരമായ ശബ്ദം കേട്ട് അബൂ ത്വാലിബ് പറഞ്ഞു: സഹോദരപുത്ര, നിങ്ങൾക്കിഷ്ടമുള്ളത് പറഞ്ഞോളൂ, ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഭീഷണി ഫലിക്കില്ലെന്ന് കണ്ടപ്പോൾ ഖുറൈശികൾ പ്രലോഭനത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. ഉത്ബത്ത് ഇബ്നു റബീഅയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: സഹോദരപുത്ര, നിന്റെ ഉദ്യമം കൊണ്ട് പണമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ധനികനാകാൻ മാത്രം പണം ഞങ്ങൾ നിനക്ക് സ്വരൂപിച്ചു തരാം. നേതൃത്വമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ എതിരില്ലാത്ത നേതാവാക്കാം. രാജാവാകാനാണ് മോഹമെങ്കിൽ രാജാവാക്കാം. നിനക്ക് അസുഖമാണെങ്കിൽ ചികിത്സിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫുസ്സിലത്തിലെ ഏതാനും ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഉത്ബ ആശ്ചര്യഭരിതനായി ആ വചനങ്ങളുടെ സാഹിത്യമേന്മയും ആശയഗാംഭീര്യവും ഉത്ബയെ പിടിച്ചു കുലുക്കി. അദ്ദേഹം തിരിച്ചു വന്ന് ഖുറൈശികളോട് പറഞ്ഞു: ഞാൻ ചില വചനങ്ങൾ കേട്ടു, അതുപോലൊന്നും മുമ്പ് കേട്ടിട്ടില്ല. അത് കവിതയല്ല, ജ്യോത്സ്യവചനമല്ല, ആഭിചാരമല്ല. ഖുറൈശികളെ, എന്നെ അനുസരിക്കൂ, അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടേക്കൂ. ഇസ്ലാം നാൾക്കുനാൾ പ്രചരിച്ചു കൊണ്ടിരുന്നു. ഖുറൈശികളുടെ പീഡനവും വർദ്ധിച്ചു. അപ്പോൾ എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് അനുമതി നൽകി. നബുവത്തിൻ്റെ 5-ാം വർഷം 10 പുരുഷന്മാരും 4 സ്ത്രീകളും, 6-ാം വർഷം 83 പുരുഷന്മാരും 18 സ്ത്രീകളും എത്യോപ്യയിലേക്ക് ഹിജറ പോയി. ഇതിനിടെ മക്കയിലെ പ്രധാനികളായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചു. അതോടെ മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിച്ചു. അത് ഖുറൈശികളെ ആശങ്കാകുലരാക്കി. അവർ നബിക്കും കുടുംബത്തിനുമെതിരെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കുന്നത് വരെ ബനു ഹാഷിം, ബനുൽ മുത്തലിബ് കുടുംബാംഗങ്ങളുമായി വിവാഹബന്ധം പാടില്ല, ഇടപാടുകൾ പാടില്ല, സഹവസിക്കരുത്, സന്ധി ചെയ്യരുത് എന്നീ തീരുമാനങ്ങൾ അവർ എഴുതി കഅബയിൽ തൂക്കി. അതിൻ്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബക്കാരും ശുഐബ് അബീ ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടു. പട്ടിണിയും ദാരിദ്ര്യവും അവരെ പ്രയാസത്തിലാക്കി. വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിക്കാൻ വരെ അവർ നിർബന്ധിതരായി. അതിനിടെ കുട്ടികളുടെയും മറ്റും ദൈന്യത കണ്ട് ഖുറൈശികൾ ഭൂരിഭാഗവും ഊരുവിലക്കിനെ വെറുത്തു. അവരിൽ ചിലർ കഅബയിൽ തൂക്കിയ പത്രിക വലിച്ചു കീറി. അതിനു മുമ്പ് തന്നെ അല്ലാഹു തആലയുടെ നാമങ്ങളൊഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിപ്പിച്ചിരുന്നു. അങ്ങനെ നബുവത്തിൻ്റെ 10-ാം വർഷം ഊരുവിലക്ക് അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നിച്ച് നമ്മളെ എല്ലാവരെയും സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.